നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഇതൊന്ന് കത്തിച്ചേ. കത്തിക്ക്. ഞാൻ ഇത്രയും വലിയൊരു വിജയം നേടി കൺമുമ്പിൽ വന്നിങ്ങനെ നിന്നിട്ടും മാഡത്തിന് എന്നെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നുന്നില്ലേ? വെല്ലുവിളിയുടെയും പന്തയത്തിന്റെയും കാര്യമൊക്കെ അങ്ങ് വിട്ടേക്ക്. ഒരു കൺഗ്രാറ്റുലേഷൻസ്, അത്രയും മതി. അതുപോലും വേണ്ടാന്ന് വെച്ചതെന്താ? എനിക്കറിയാം മാഡത്തിന് വെറുതെ പോലും എന്നെ ഒന്ന് അഭിനന്ദിക്കാൻ കഴിയില്ല. കാരണം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ആവുന്ന രീതിയിലൊക്കെ ഒന്ന് പ്രയത്നിച്ചു നോക്കിയതാണല്ലോ. എന്നിട്ടും പരാജയപ്പെട്ടു പോയതിന്റെ നാണക്കേടിലും ദേഷ്യത്തിലും നിൽക്കുന്ന നിങ്ങൾക്ക് എന്റെ വിജയത്തിൽ അഭിനന്ദിക്കാനാവില്ല. ഒരു കൺഫ്യൂഷൻ ഈ മുഖത്ത് കിടന്ന് ഓടുന്നത് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഞാൻ കോട്ട് ചെയ്ത എമൗണ്ട് കൃത്യമായി CKC വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നിന്ന് 1000 രൂപ കുറച്ച് CKC കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തിട്ടും പിന്നെയും ഞാൻ എങ്ങനെ അതിൽ നിന്നും 1000 രൂപ കുറച്ച് കോട്ട് ചെയ്തു എന്ന സംശയം. അതല്ലേ ഈ മുഖത്ത്? വെറുതെ സംശയം ഉള്ളിലിട്ട് തല പുകയ്ക്കണ്ട. നിങ്ങൾ ടെൻഡർ എമൗണ്ട് ചോർത്തിയതും അത് CKC പറഞ്ഞു കൊടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞു. എന്താ മോളെ നീ പറയുന്നേ? വസു ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുത്തെന്നോ? അതെ അമ്മേ, ഞാൻ പൂജാമുറിയിൽ കൊണ്ടുവച്ച ടെൻഡറിന്റെ കവറെടുത്ത് അതിലെ എമൗണ്ട് ഇവര് CKC വിളിച്ച് പറഞ്ഞു കൊടുത്തു. എന്റെ ഈശ്വര, എന്താ ഈ കേൾക്കുന്നത്? സത്യമാണോ? ഇത് മോളെങ്ങനെ അറിഞ്ഞു? അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീണ ശബ്ദം കേട്ട് ഞാൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നല്ലോ. ആ അതെ. നമ്മള് നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നിന്നും തിരികെ ഇറങ്ങി വന്ന ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആന്റി പൂജാമുറിയിൽ നിന്നാണല്ലോ ഇറങ്ങി വന്നത്. ആ പോക്കില് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇത് ഞാൻ കൊണ്ടുവച്ച കവർ പോലെ അല്ലല്ലോ. ഞാൻ ചന്ദനം തൊട്ടതിന് ശേഷം അതിന് മുകളിലാ കുങ്കുമം തേച്ചത്. പക്ഷേ ഇതിലെ കുങ്കുമം മാത്രമല്ലേ ഉള്ളൂ. നിധി ഉറക്കമൊഴിഞ്ഞും കഠിനാധ്വാനം ചെയ്തും പഠിച്ചും തയ്യാറാക്കിയ ടെൻഡർ
ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. ഇരുപത്തിനാല് മണിക്കൂറും വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് അവരാണെങ്കിലും ദൈവം എന്റെ കൂടെയാണ്. കൃത്യമായി ഏട്ടത്തി ഒരു പാത്രം കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചും തന്നു. ദൈവമായിട്ടുണ്ടാക്കി തന്നൊരവസരം. അത് നീ പറഞ്ഞറിയണ്ട, കണ്ടറിഞ്ഞോ നീ? ഞാൻ എടുത്ത കൊട്ടേഷന്റെ ഫോട്ടോസ് ഞാൻ നിന്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. സമയം കളയണ്ട, വേഗം അത് കൊണ്ടുപോയി ജ്യോതിർമയിക്കും CKCക്കും കാണിച്ചു കൊടുക്ക്. എന്നിട്ട് സമയം പോലെ ജ്യോതിർമയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഗൗതമിനെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഇത്രയും തരം താണ ഒരു പണി കാണിച്ചല്ലോ വസു. എടുത്തി അത് മതി, നിർത്ത്. മിണ്ടി പോകരുത് നീ. കഥ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ലല്ലോ അമ്മേ. ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ കോട്ട് ചെയ്ത 50 കോടിയിൽ നിന്നും വെറും 1000 രൂപ കുറച്ച് CKC കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്തു. CKCയുടെ എമൗണ്ടിൽ നിന്നും ദൈവാധീനം കൊണ്ട് എനിക്ക് 1000 രൂപ കുറയ്ക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമല്ലേ നമുക്ക് ഈ ടെൻഡർ കിട്ടിയത്? അല്ല മോളെ, അതിന് CKC എത്ര എമൗണ്ടാ കോട്ട് ചെയ്തെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ എമൗണ്ടിൽ നിന്ന് 1000 രൂപയാണ് അയാൾ കുറച്ചതെന്ന് അറിഞ്ഞാലല്ലേ നിനക്കതിൽ നിന്ന് കുറച്ച് കോട്ട് ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ അറിഞ്ഞു നീ? അമ്മ ദേ ഈ മുഖത്തേക്കൊന്ന് നോക്കി. CKC 1000 രൂപ കുറച്ചത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ആകാംക്ഷയാണ് ഈ മുഖത്ത്. ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അമ്മേ. അതിനുള്ള വഴി ദേ ഈ മാഡത്തിനെ കൊണ്ട് തന്നെ ദൈവം കാണിച്ചു തന്നപ്പോ കാര്യങ്ങൾ എനിക്ക് എളുപ്പമായി. എന്റെ എമൗണ്ട് ചോർത്തി നിറഞ്ഞ ടെൻഷനിൽ നിൽക്കുമായിരുന്നു ഞാൻ. ഞാൻ കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് 50 കോടിയാണെന്ന് CKC അറിഞ്ഞ സ്ഥിതിക്ക് അതിൽ കുറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും CKC കോട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ എമൗണ്ട് എങ്ങനെ അറിയും? ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ഹലോ ജ്യോതി, എന്തായി? ആണോ? എന്നിട്ട് നിങ്ങൾ എമൗണ്ട് ഫിക്സ് ചെയ്തോ?